ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് CM ക്വിസിന്റെ മറ്റൊരു ഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളേ. സബ് ജില്ലാ തലത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു തുടക്കം. ഓക്കെ. റേഷൻ കടകൾ. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിനായിട്ടുള്ള റേഷൻ കടകളിലെ മുൻഗണനാ കാർഡുകൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. റേഷൻ കടയിലെ കാർഡുകൾ പല നിറത്തിലുണ്ട്. അപ്പോൾ അതിൽ അനർഹരുണ്ടെങ്കിൽ ആ അനർഹരെയെല്ലാം പരിപൂർണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന ഗവൺമെന്റ് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഓപ്പറേഷൻ യെല്ലോ ശരിയായ ഉത്തരവാണ്. ഓപ്പറേഷൻ യെല്ലോ കറക്റ്റാണ്. ഇനി അതിദാരിദ്ര്യ പ്രഖ്യാപനത്തെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. ഒരു പ്രദേശത്ത് അതിദരിദ്രരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ റേഷൻ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതി പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളുമായിട്ട്, ഓട്ടോറിക്ഷ പ്രവർത്തകരുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് അവർ ആ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അതിദരിദ്രരായ ആളുകളുടെ വീട്ടിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കും. ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ആ പരിപാടിക്ക് പറയുന്ന പേരെന്താ? ഒപ്പം ശരിയായ ഉത്തരവാണ്. അപ്പോൾ അതിദരിദ്രർക്ക് മോഹൻലാലിന്റെ അല്ല, കേരള സർക്കാരിന്റെ ഒപ്പം. അതിദരിദ്രർക്ക് ഓട്ടോറിക്ഷക്കാരുടെ സേവനത്തിൽ വീട്ടിൽ റേഷൻ എത്തിച്ചു നൽകുന്ന പരിപാടിയാണ് ഒപ്പം. ഓക്കെ. ഇനി റേഷൻ കടകൾ പൊതുവെ നാട്ടിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ കടകൾക്ക് പഴയ ആയിരുന്നൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് റേഷൻ കടകളിലൂടെ മറ്റ് ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഉൽപ്പന്നങ്ങൾ, സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുന്നതിലൂടെ റേഷൻ കടകളെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്താൽ പിന്നെ അതിനെ റേഷൻ കട എന്ന് തന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനെ എന്ത് വിളിക്കും? കേരളത്തിലാണെങ്കിൽ പൊതുവെ എല്ലാത്തിനും ഇട്ടിരിക്കുന്ന പേര് കെ സ്റ്റോർ ആണ്. ഇനി മിതമായ നിരക്കിൽ ശുദ്ധജലം കിട്ടുക എന്നുള്ളത് ആളുകളുടെ അവകാശമാണല്ലോ. നമ്മൾ വെളിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങണമെങ്കിൽ ഇപ്പോൾ 20 രൂപയാണ്. പക്ഷേ റേഷൻ കടയിൽ ചെന്നാൽ അത് 10 രൂപയ്ക്ക് കിട്ടും. റേഷൻ കടയിൽ കുപ്പിവെള്ളത്തിന് 10 രൂപയാണ്. ലാഭ. പദ്ധതിയുടെ പേര് സുജലം പദ്ധതിയിലൂടെയാണ് റേഷൻ കടകളിലൂടെ മിതമായ നിരക്കിന് കുപ്പിവെള്ളം കിട്ടുന്നത്. ഓക്കെ. റേഷൻ കാർഡുകളിൽ ചെന്നാൽ നമ്മുടെ റേഷൻ കാർഡുകൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴും ഇഷ്ടംപോലെ തെറ്റുകൾ കാണാം, പല മിസ്റ്റേക്കുകൾ. അങ്ങനെ റേഷൻ കാർഡുകളിലെ തെറ്റുകൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു പദ്ധതിയുണ്ട്. എന്താണെന്നറിയോ? തെളിമ എന്നാണ് പദ്ധതി. വെക്കണം. റേഷൻ കാർഡിലെ തെറ്റുകൾ ഒഴിവാക്കാൻ തെളിമ. ഇനി റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അവിടെ പലതരം അരിയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. എന്നാൽ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി, റേഷൻ അരി എന്ന് പറയുമ്പോൾ നമുക്ക് സൗജന്യമായി കിട്ടുന്ന അരിയൊക്കെ ഏറ്റവും ഗുണമേന്മയുള്ള അരിയൊന്നും അല്ല. എന്നാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഗുണമേന്മയുള്ള അരി തന്നെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ബ്രാൻഡ്, അരിയുടെ ഒരു ബ്രാൻഡ് തന്നെയുണ്ട്. ഏതാന്ന് പറയാം? ശബരി കെ റൈസ് ആണ് കേട്ടോ. ശബരി കെ റൈസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൃഷിഭവനുകൾ, KVKs കൃഷി വിജ്ഞാൻ കേന്ദ്രം, അതുപോലെ അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. കൃഷിഭവൻ എന്ന് പറയുമ്പോൾ ഓരോ പഞ്ചായത്തിലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ട്. ആ കൃഷിഭവനുകൾ സ്മാർട്ട് ആക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഡിജിറ്റലൈസ് ചെയ്യുക, എല്ലാ സേവനങ്ങളും അങ്ങനെ ആക്കുക. അതിനു വേണ്ടിയിട്ട് കൃഷി വകുപ്പിന്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ, കതിർ. നിന്റെ മുഖഭാവം കണ്ട് ഇപ്പൊ ശരിയാക്കുന്നില്ല. കതിർ ആപ്പ്. ഏതാ? ഇപ്പൊ കതിർ 2.0 ആയി. കതിർ കഴിഞ്ഞിപ്പോ കതിർ 2.0 ആയി. കതിർ ആപ്പ്. ഓക്കെ. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിള ഏതാ? നെല്ല്. ശരിക്കും തെങ്ങാണ്. തെങ്ങല്ലേ? ആണ്. ഏറ്റവും കൂടുതൽ തെങ്ങാണ്. രണ്ടാമത് നെല്ലുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഒന്ന് കൺഫേം ചെയ്തേക്കാം. എന്നാലും തെങ്ങാണ്. അപ്പം സംസ്ഥാനത്തൊരു നാളികേര മ്യൂസിയം തുടങ്ങിയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ നാളികേര മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലാണ്. അതറിയാം. ആ സ്ഥലം കൈത്തറിക്ക് പ്രശസ്തമാണ്. അവിടെ നിന്നുള്ള കൈത്തറി മുണ്ടുകളൊക്കെ വളരെ പ്രശസ്തമാണ്. ബാലരാമപുരം. ഇപ്പൊ ബാലരാമപുരമാണ് സംസ്ഥാന നാളികേര മ്യൂസിയത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ശരി. ഇനി കൃഷി വകുപ്പിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു സ്ഥലവും തരിശായിട്ട് കിടക്കരുത്. ബാരൻ ലാൻഡ്, തരിശുഭൂമി. തരിശായിട്ട് കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലാതെ വെറുതെ കിടക്കുന്ന ഭൂമി, അത് കണ്ടെത്തുക, പല പദ്ധതികളിലൂടെ അവിടെ കൃഷി ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കിയിട്ടുണ്ട്. തരിശുരഹിത പഞ്ചായത്ത് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത്. എന്താ? കുറുമാത്തൂർ. മാത്തൂർ ഗ്രാമപഞ്ചായത്തല്ല,
കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത്. അവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കുറുമയായിരിക്കും. അയ്യോ, നല്ല തമാശ. കുറുമ പിന്നെ തേങ്ങ, നാളികേരം ഇപ്പോൾ ഉള്ളതുപോലൊന്നും പോരാ, കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. പൊതുവെ നാളികേര കർഷകർക്ക് വലിയ ലാഭമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മെച്ചപ്പെടുത്തി കേരളത്തിൽ നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് പറയാമോ? എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. കേരഗ്രാമം പദ്ധതി. കേരഗ്രാമം പദ്ധതി എന്തുവാ? കേരഗ്രാമം പദ്ധതി. അടുത്തത്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുണ്ടോ? യെസ്. കേരളത്തിൽ നല്ലൊരു ഫുട്ബോൾ ടീം ഉണ്ടാകണമെങ്കിൽ, ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നവർ വേണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് ചെറിയ പ്രായത്തിലേ പരിശീലനം നൽകണം. അങ്ങനെ ഒരു പദ്ധതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടി വെവ്വേറെയായിട്ട് കേരളത്തിൽ തുടങ്ങിയിരുന്നു. അതിന്റെ പേര് കിക്ക് ഓഫ് എന്നായിരുന്നു. എന്താ? കിക്ക് ഓഫ്. അത് ആൺകുട്ടികൾക്കൊരു പദ്ധതി, പെൺകുട്ടികൾക്ക് വേറൊരു പദ്ധതി. അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് മാറ്റി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒറ്റ പദ്ധതിയാണ്. ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ഗോൾ. പദ്ധതിയുടെ പേര് ഗോൾ. ശരിയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ജൂഡോ താരങ്ങളെ കേരളത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് മികച്ച ജൂഡോ പരിശീലനം കൊടുക്കാൻ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ജൂഡോക്കോ. ജൂഡോക്കോ. കുട്ടികള് ബോക്സിംഗ് പഠിച്ച് വളരട്ടെ. വിദ്യാർത്ഥികളെ ബോക്സിംഗിൽ കേമന്മാരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ കായിക വകുപ്പ് നടത്തുന്ന പദ്ധതി. ബോക്സിംഗിൽ മോന്തയ്ക്ക് കിട്ടുന്നത് എന്താ? പഞ്ച് എന്നാണ് പദ്ധതിയുടെ പേര്. ഏതാ? പഞ്ച്. ഇപ്പൊ ഒരു കാര്യം ഓർക്കുക, കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. സമയം കളയണ്ട. സബ് ജില്ലാതല മത്സരത്തിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. കൂടുതൽ വീഡിയോകളുണ്ടോ? വരും. ഇത് രണ്ട് രീതിയിൽ ഇതിനെ കാണണം. ഒന്ന്, ഒരു സമ്മാനം കിട്ടാനുള്ള ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ പദ്ധതികളുണ്ട്, നമ്മുടെ കേരളം എങ്ങനെയാണെന്ന് അറിയാനും ആ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഈ അവസരം വിനിയോഗിക്കണം. എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ കിടന്ന് എന്തൊക്കെയോ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവെ കേരളത്തെക്കുറിച്ച് അറിയുന്നത്. പുതുതലമുറയെങ്കിലും അങ്ങനെ അല്ലാതെ വരിക. ഓക്കെ, അപ്പോൾ പറയേണ്ട കാര്യമില്ല, പപ്പ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതിൻ്റെ കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിൻ.